ഷെറിനാണ് പെർഫോം ചെയ്യാനായിട്ട് വേദിയിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ. ഷെറിൻ ഇന്ന് എന്താണ് ആക്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഷെറിന്റെ ആക്ടുകളെല്ലാം ഓരോ തരത്തിലുള്ളതാണ്. അതെ. ആദ്യം നമ്മൾ ജഗ്ലിംഗ് ആക്ട് കണ്ടു, അത് കഴിഞ്ഞിട്ട് മെന്റലിസം കണ്ടു, അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എസ്കേപ്പ് ആക്ട് കണ്ടു. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റസിന് വേണ്ടി പറയാണ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ ഇവിടെ എത്തി ഒരുപാട് പെർഫോമൻസുകൾ, മനോഹരമായ പെർഫോമൻസുകൾ കാഴ്ചവെച്ച നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ ഒരു കുടുംബാംഗം എന്ന് തന്നെ പറയാം. അതെ. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി പെർഫോം ചെയ്യാനെത്തുന്നു മജീഷ്യൻ ഷെറിൻ. ഷെറിന്റെ പെർഫോമൻസ് എന്താണെന്ന് അറിയില്ല, പക്ഷേ ഷെറിന്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ രാഹുലാണ് ഇന്ന് വേദിയിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. ഡോക്ടർ രാഹുൽ. ഡോക്ടർ രാഹുൽ കിംസ് ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്, അതുപോലെ അക്യുപങ്ചർ സ്പെഷ്യലിസ്റ്റ് ആണ് അല്ലേ? അതിനെന്താ പറയുന്നത്? അക്യുപഞ്ചർ തെറാപ്പിസ്റ്റ് ആണ്. അക്യുപങ്ചർ തെറാപ്പിസ്റ്റ് എന്നാണ് പറയുന്നത്. അതെ അതെ. യോഗ ടീച്ചറാണ്. ആഹാ. എന്താണ് പെർഫോമൻസ്? എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്? അടുത്ത കാലത്ത് വലിയൊരു വിവാദമുണ്ടാക്കിയൊരു കാര്യമാണ് നന്ദൻകോട് ഒരു കൂട്ടക്കൊല നടന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറഞ്ഞത് അസ്ട്രൽ പ്രൊജക്ഷൻ എന്നാണ്. എന്താണ് അസ്ട്രൽ പ്രൊജക്ഷൻ? ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പുറത്തിറക്കി മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും തിരിച്ചു വന്ന് ശരീരത്തിൽ കയറുകയും ആ ഇൻഫർമേഷൻ യൂസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അസ്ട്രൽ പ്രൊജക്ഷൻ്റെ കൺസെപ്റ്റ്. പണ്ട് കാലം മുതൽക്കേ അസ്ട്രൽ പ്രൊജക്ഷൻ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇത് സത്യമാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കഥകളായിരിക്കാം, കൺസെപ്റ്റുകളായിരിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ കഥകളായി നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിരുന്നു. മോഡേൺ സയൻസ് പറയുന്നത് അസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു ഭാവനാ സൃഷ്ടി മാത്രമാണെന്നാണ്. ഇത്തരം ഭാവനാ സൃഷ്ടികൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു കലാരൂപമാണ് അടുത്തായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതിൽ വിശ്വാസ്യത വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഡോക്ടർ, ഒരു മെഡിക്കൽ ഡോക്ടർ ആവശ്യമാണ്. അതുകൂടാതെ ഞാൻ ഒരാളെ കൂടി എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ കുട്ടിയോട് പറഞ്ഞിരുന്നു, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നോട് പറഞ്ഞിരുന്നു, ഒരു ചിത്രം വരച്ച് പേപ്പർ കവറിലാക്കി സീൽ ചെയ്ത് ഒരാളെയും കാണിക്കാതെ, എന്നെയോ ചുറ്റുമുള്ള ഒരാളെ പോലും കാണിക്കാതെ കയ്യിൽ വെച്ചേക്കാൻ പറഞ്ഞിരുന്നു. കയ്യിലുണ്ടോ? ഉണ്ട്. വരാമോ? എന്താ പേരൊന്ന് പരിചയപ്പെടുത്തും? ഗീതു. എവിടുന്നാണ്? പേയാട്. ഓക്കെ. ഗീതു കസേരയിൽ ഇരുന്നോളുക. ഗീതു ചെയ്യേണ്ടത് ആ കവറ് കൈയുടെ ഇടയ്ക്ക് വെച്ചോളൂ, 2 കൈയുടെ ഇടയ്ക്ക് വെച്ചോളൂ. അതിൽ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞിരുന്നല്ലോ, ചിത്രത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്താണോ നിങ്ങൾ വരച്ചത് ആ ചിത്രം മാത്രം നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഓർത്തുകൊണ്ടേയിരിക്കുക. റിലാക്സ് ചെയ്യുക. ഒന്ന് ദീർഘമായിട്ട് ശ്വാസം എടുത്തു വിടുക. ഓക്കെ. മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട, ആ ചിത്രം മാത്രം, നിങ്ങളുടെ മനസ്സിലുള്ള ആ ചിത്രം മാത്രം ശ്രദ്ധിക്കുക. റെഡി? ഡോക്ടർ വരാമോ? ഡോക്ടർ ചെയ്യേണ്ടത് എൻ്റെ പൾസ് ഒന്ന് പരിശോധിക്കുക. പൾസ് പരിശോധിച്ചതിന് ശേഷം പരിശോധിക്കുന്നത് ഓഡിയൻസിന് കേൾക്കാൻ വേണ്ടി മൈക്കിൽ ടാപ്പ് ചെയ്യുക. അതേ സമയത്ത് തന്നെ ടാപ്പ് ചെയ്യുക. പൾസ് പോയി. പൾസില്ല. ഷെറിൻ, are you okay? Yes. Okay.
എൻ്റെ മനസ്സിൽ ഒരല്പസമയം നേരത്തേന് പുറത്തു പോയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിത്രം ഞാനൊന്ന് ഇതിനിടയിൽ എനിക്കൊരു സംശയം. ചേട്ടനോട് ചിത്രം വരയ്ക്കാണ്. ഇതിനിടയിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് പൾസ് പോയോ? സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ പൾസ് ഉണ്ടായിരുന്നു. ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പൾസ് ഉണ്ടായിരുന്നു. ഞാൻ ആ പൾസിനനുസരിച്ചാണ് ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നത്, അങ്ങനെ പറഞ്ഞത്. അപ്പം ഇടയ്ക്ക് വെച്ച് ഈ പറഞ്ഞ പോലെ പൾസ് കേട്ടില്ല, അതുകൊണ്ടാണ് ടാപ്പ് അവിടെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാനും ഞെട്ടി, കൈ മരവിക്കുകയും ചെയ്തു. ഓക്കെ, ഗീതു ഒന്ന് വരാമോ? ഗീതുവിൻ്റെ കയ്യിലൊന്ന് മൈക്ക് കൊടുക്കും. ഗീതു ചിത്രം വരച്ചത് ഒരാളെ പോലും കാണിച്ചിട്ടില്ല. നമ്മൾ രണ്ടുപേരും തമ്മിൽ നേരത്തെ ഒരു പരിചയമില്ല. പ്രോഗ്രാമിന് തൊട്ട് മുമ്പാണ് നമ്മൾ പരിചയപ്പെട്ടത് അല്ലേ? ഓക്കെ. ഈ വരച്ചത് ഞാൻ കണ്ടിട്ടില്ല, ചുറ്റുമുള്ള ആരും കണ്ടിട്ടില്ല, ക്യാമറയിൽ ഒരിടത്തും കാണിച്ചിട്ടില്ല. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. ഗീതു വരച്ച ചിത്രം ഒന്ന് തുറന്ന് കാണിക്കാമോ? ക്യാമറയ്ക്ക് വേണ്ടി ഒന്ന് കാണിക്കാമോ? എന്താണത്? ഒരു കാറാണോ? ഓക്കെ. സാധാരണ ചിത്രം വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്. ഓക്കെ. കുറച്ച് നേരത്തേന് അൺകോൺഷ്യസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക കോൺഷ്യസിലായിരുന്ന എനിക്ക് ഫീൽ ചെയ്തത് ഗീതു വരച്ച ചിത്രം ഒന്ന് കാണിച്ചോളൂ, ഇതാണ് എന്നുള്ളതാണ്. താങ്ക് യു ഗീതു. അതല്ല, ഇവിടെ കണ്ടോ, ബാക്ക് വീലിൽ കണ്ടോ ഒരു എംബ്ലം, ബെൻസിന്റെ പോലത്തെ ഒരു എംബ്ലം. ഓ, 2 വീലുകളാണല്ലേ? അടിപൊളി, വിളിച്ചു. താങ്ക് യു ഗീതു. ഈ ആക്ട് ക്ലോസ് ചെയ്യുന്നതിന് മുൻപായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പേരിൽ നമ്മുടെ നാട്ടിലൊരു കൊലപാതകം വരെ നടന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കൺസെപ്റ്റ് മാത്രമാണ്, ഒരു വിശ്വാസം മാത്രമാണ് ഇത്. ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇതൊരു അന്ധവിശ്വാസം മാത്രമാണ്. ആത്മാവ് എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി തിരിച്ച് ഇഷ്ടമുള്ളപ്പോൾ കയറി വരാൻ പറ്റുന്ന ഒരു വസ്തുവല്ല. ആത്മാവ് എന്ന് പറയുന്നത് പഴയ കാലത്തെ ഒരു കൺസെപ്റ്റാണ്. മനസ്സിന് പറഞ്ഞിരുന്ന ഒരു പേര് മാത്രമാണ്. ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിന് പറയുന്ന ഒരു പേര് മാത്രമാണ് ആത്മാവ്. അന്ന് അതിനെ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പെർഫോമൻസ് ഒരു മാജിക് പെർഫോമൻസ് മാത്രമാണ്. ഇത് കണ്ട് അസ്ട്രൽ പ്രൊജക്ഷൻ ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഹോപ്പ് യു എൻജോയ് ദ പെർഫോമൻസ്. താങ്ക് യു. ഷെറിൻ ഓരോ പ്രാവശ്യവും വന്ന് നമ്മളെ ഞെട്ടിച്ചിട്ട് പോവും. ഒരു പ്രാവശ്യം മാജിക്കാണ്, ഒരു പ്രാവശ്യം ഘടയോഗയായിട്ട് വരും, ഒരു പ്രാവശ്യം മെന്റലിസം ആയിട്ട് വരും. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അസ്റ്റൽ പ്രൊജക്ഷനുമായിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. പക്ഷേ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു ഷെറിൻ, താങ്ക് യു വെരി മച്ച്. ഡോക്ടർ, അടിപൊളി. ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൽ ഇനി ഒരു വ്യത്യസ്തമായ പ്രകടനമാണ് വരാൻ പോകുന്നത്. ആ കലാകാരനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. തീർച്ചയായും സ്വാഗതം ചെയ്യാൻ പറ്റട്ടെ. നമ്മൾ സ്വാഗതം ചെയ്തോളാം. ഞങ്ങൾ ചെയ്തോളാം. അല്ല, നിങ്ങൾ അങ്ങനെ ചെയ്താ അതെ, ഞാൻ നിങ്ങളെ എന്റെ ഓട്ടോറിക്ഷയിൽ വന്നല്ലേ? അതെ. ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യാം. നിങ്ങളെ പൈസ തരുവാണെങ്കിൽ ഞാനങ്ങ് പൊക്കോളൂല്ലേ? ചേഞ്ച് ഇല്ല ഏട്ടാ. ഇത് സമ്മതിച്ചല്ലോ. നിങ്ങളുടെ മാജിക്കിന് ഒരിക്കലും ചേഞ്ച് ഇല്ല, നിങ്ങൾ സമ്മതിച്ചല്ലോ. ചേട്ടാ, വളരെ സന്തോഷം. അതല്ല, ചില്ലറ ഇല്ലാന്ന് ഉദ്ദേശിച്ചത്. ഒയ്യോ, ഇത് ആരെ നിക്കണേ? ഓർഡിനറി സിനിമയിലെ നായികയല്ലേ? അതെ. ഒയ്യോ, ഒരു നല്ല കൈ കൊടുത്തേ. നിങ്ങളുടെ പടം അടിപൊളിയായിരുന്നു. സംവിധായകൻ പ്രശംസ അർഹിക്കുകയാണ്. മൂവി ഹിറ്റ് ആയതുകൊണ്ടാണോ? അതുണ്ട്. അത് കൂടാതെ ഒരു വൈകല്യമുള്ള ഒരു കലാകാരന് നിങ്ങൾ ആ പടത്തിനകത്ത് അവസരം കൊടുത്തു. അതാരാ വൈകല്യമുള്ള കലാകാരൻ? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇന്നവരെ ഇന്ത്യൻ ലോക ചരിത്രത്തിൽ വിക്കുള്ള ഒരാളെ കൊണ്ട് ഇന്ന് വരെ പാട്ട് പഠിച്ച് ഞാൻ കേട്ടിട്ടില്ല. സുന്ദരിപ്പൂവേ ചേട്ടാ, അത് പാടിയ ആളുടെ അല്ല, അത് എഴുതിയ ആളുടെ. എഴുതിയാക്കാണെന്ന് വിക്ക് അങ്ങനെയാണ് ആണല്ലേ? ഈ ലിറിക്സ് അല്ല, ഞാൻ എന്തിനാ ഇതൊക്കെ പറയാൻ പോണേ? നിങ്ങൾ എനിക്ക് പൈസ തരണ്ടോ? ചേഞ്ച് ഇല്ലേട്ടാ. 2000-ന്റെ നോട്ടാ, ഒറ്റ നോട്ടാ. ഇതിന് ചേഞ്ച് ഉണ്ടോ? ഞാൻ അപ്പൊ ചോദിച്ചില്ലേ ചേട്ടൻ്റെ അടുത്ത്. ഇങ്ങോട്ടെ, അതിലെ സ്ഥിരം പരിപാടി. അപ്പൊ ഈ നോട്ട് നിരോധനം വന്നതിന് ശേഷമാണല്ലോ ചുമ്മാ കയറിയിട്ട് ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഗുദാമയിൽ കൊണ്ടുവരും, നമ്മളങ്ങ് പോകും. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. ചേഞ്ച് ഞാൻ ഓഡീസിന്റെ അടുത്ത് മേടിക്കാം. ഹലോ ചേട്ടാ, ചേഞ്ച് ഉണ്ടോ മോനെ? ഇല്ലല്ലേ? എന്റെ കയ്യില് ചേഞ്ച് ഇല്ലല്ലോ. ഇല്ലേ? 2000 രൂപയ്ക്ക് ചേഞ്ച് ഇല്ലേ? ഇല്ല ഏട്ടാ, ചേഞ്ച് ഇല്ലാത്തോണ്ടല്ലേ പറയണേ. ഏത് TV നോക്കിയാലും അതിനകത്ത് ഉണ്ടാവും, ഏത് സിനിമയിലും ഉണ്ടാവും. ഇപ്പഴാ ഒരു കാര്യം മനസ്സിലായ, പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഈ അഭിനയം മൊത്തം ഇല്ലല്ലേ?
ഇനിയിപ്പോൾ എന്നാ ചെയ്യണേ? എനിക്കാണെങ്കിൽ ചേഞ്ച് ഇല്ലാതെ പോകാനും പറ്റുമല്ലോ. അതെ, നിന്നൊന്നും ബോറടിക്കുക. ഇയാള് സർക്കസിനകത്ത് എന്തൊക്കെ ചെയ്യണേ? ഞാൻ ഈ വാള് വെച്ചിട്ട് മാജിക് ചെയ്യും. വാള് വെച്ചിട്ട് മാജിക് ചെയ്യും? ഞാനൊക്കെ വാള് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ എൻ്റെ തല പൊങ്ങോളും. നീയൊക്കെ ഭയങ്കര സപ്പോർട്ടറത്. അതല്ല, ഞാൻ ഈ വാനിഷിംഗ് ഒക്കെയാ. വാനിഷിങ് അതാ നിങ്ങൾക്ക് പറ്റിയ പണി. എന്താ പോളിഷിങ്. ചേട്ടാ? പോളിഷിംഗ് അല്ല, ഒരു പെൺകുട്ടിയൊക്കെ വിളിച്ചിട്ട് 16 കഷ്ണമാക്കി മാറ്റും. നടന്നു 16 കഷ്ണാക്കുന്ന ഒരു പെങ്കൊച്ചിനെ. ഈ 2000-ന്റെ നോട്ട് 400-500 ആക്കാൻ കഴിയാത്തവൻ ആ പെങ്കൊച്ചിനെ പിടിച്ച് 16 ആക്കാൻ പോണേ. നടക്കണ കാര്യമെല്ലാം പറയാവോ? നിങ്ങൾ പൈസ തരണ്ടോ? എത്ര രൂപയായി? 500 രൂപ. ചേട്ടാ, എന്റെ വീട്ടിൽ നിന്ന് അമൃത TV വരെ 70 രൂപ എല്ലാരും മേടിക്കുന്നത്. നിങ്ങൾ 70 60 രൂപയൊക്കെ പലർക്കും കൊടുത്തോ. പക്ഷെ എനിക്ക് 500 രൂപ തന്നെ. മീറ്റർ ഉണ്ടോ അതില്? മീറ്റർ ഇല്ല. മീറ്റർ എന്താ ഇല്ലാത്തെ? ആ മീറ്റർ മേടിക്കാനുള്ള പൈസയും കൂടെ കൂട്ടിയാ ഞാൻ ഈ പറഞ്ഞ 500 രൂപ. എന്റെ ചേട്ടാ, നിങ്ങൾക്ക് കണ്ണിച്ചോരയുണ്ടോ ചേട്ടാ? കണ്ണിൽ ചോരയായിട്ട് കിടക്കാൻ ഞാൻ ട്രാക്കുളയാണ്. അതല്ല ചേട്ടാ, മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഉണ്ടോന്ന അല്ല, ഉദ്ദേശം. നിങ്ങൾ അങ്ങനെ സംസാരിക്കില്ല. മനസാക്ഷി ഉണ്ടോന്ന്. പിന്നെ ഓട്ടോക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ മനസാക്ഷി ഉള്ളൊരു വ്യക്തി ഞാനാ. നിങ്ങൾക്ക് ഞങ്ങൾ കഥ പറഞ്ഞു തരാം. ആ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് മനസാക്ഷി ഉണ്ടോ ഇല്ലയോ എന്ന്. എന്താ കഥ? ഒരു ദിവസം ഞാൻ ഇങ്ങനെ വണ്ടി ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് വന്ന സമയത്ത് ഒരു നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ, മിടുക്കൻ, അവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്നെ സ്നേഹം തോന്നുന്നു പറയുമ്പോൾ എൻ്റെ വണ്ടിക്ക് കൈ കാണിച്ചു. ഞാൻ നേരെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു തമ്പാനൂർ എന്ന് പറഞ്ഞു. ഞാൻ നേരെ പുള്ളിനെ അവിടെ വണ്ടിക്കകത്ത് കയറ്റിയിരുത്തി തമ്പാനൂർ കൊണ്ട് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടിട്ട് ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് കിടക്കുമ്പോൾ ഒരു റിംഗ് ടോൺ, എനിക്കൊരു പരിചയമില്ലാത്ത റിംഗ് ടോൺ. ഞാൻ നോക്കുമ്പോൾ എന്നാ ഈ പാവപ്പെട്ട ഈ നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ്റെ ഫോൺ ബാക്കിൽ. ഞാൻ പൈസ ഒന്നും നോക്കിയില്ല, നേരെ കൊണ്ടുപോയി ഞാൻ സംഭവം കൂടി കൊടുത്തു, പുള്ളിയായി കൊടുത്തു. പുള്ളി സന്തോഷം കൊണ്ടുണ്ടല്ലോ ഒരു 10,000 രൂപ കൂടെ തന്നു. ഓ, അപ്പൊ പിന്നെ ആ പുള്ളിയല്ലേ അടിപൊളി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് ആയിട്ട് 10,000 രൂപയല്ലേ? ആ പുള്ളി അങ്ങനെ അടിപൊളിയാവും. 20,000 രൂപയുടെ ഫോണാ ഞാൻ കൊടുത്തേ. അവൻ 10,000 രൂപ തന്നെ. അപ്പൊ അവൻ ചതിയല്ലേ ചെയ്തേ? ഞാനല്ലേ നല്ല മനുഷ്യൻ. ആ ചേട്ടൻ ആരുടെ കയ്യിലാ ഫോൺ കൊടുത്തേ? എന്റെ കൂട്ടുകാരൻ മൊബൈൽ കട നടത്തുന്ന ബിജുവിന്റെ കയ്യിൽ. അവിടെ ഞാൻ ഫോൺ കൊടുത്തു. അത് തെറ്റല്ലേ? ഇനി പറ, നിങ്ങൾ എനിക്ക് മനസാക്ഷി ഉണ്ടോ ഇല്ലയോ നിങ്ങൾ പറ. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഓട്ടോക്കാരൻ ഇപ്പോഴും കാക്കിയിട്ട് കിടക്കണേ? KSRTC ബസ്സിലെ കണ്ടക്ടേഴ്സ് ഒക്കെ അത് മാറ്റി നീല കളറൊക്കെ യൂണിഫോം ആക്കിയല്ലോ. ആണല്ലേ? ഒരു യൂണിഫോം അല്ലായിരുന്നു മാറ്റണ്ടേ. ആ ബ്രേക്ക് ശരിയാക്കി 4 വീലും കറക്റ്റ് ആക്കിയായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങളെ പോലുള്ള ഓട്ടോക്കാർ രക്ഷപ്പെട്ടാനെ. ഓരോ KSRTC ബസ് ചീറിപ്പാഞ്ഞ് വരുമ്പോഴല്ലോ ആഫ്രിക്കൻ മൊഴി പോണായാലും വെട്ടിച്ച് പോണേ. ഇല്ലെങ്കിൽ ഞങ്ങൾ തട്ടിപ്പോയനെ. തട്ടി അറിയാവോ? നിങ്ങൾ യൂണിഫോമിനാണ് കുറ്റം പറയണേ. നിങ്ങൾ പൈസ തരുമല്ലയോ? 2000 അല്ലെ ചേഞ്ച് ഇല്ല എൻ്റെ കയ്യിൽ. അതായത് എനിക്ക് തന്നെയല്ല ഇത്ര ഒരു സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു തരാൻ പറ്റില്ല. തന്നെയല്ല കൈനീട്ടം കൂടെ ആയതുകൊണ്ടേ ഇങ്ങനെ. കൈനീട്ടം നല്ല ബെസ്റ്റാ. ആണോ? ചേട്ടൻ വെച്ചോ. വിഷുവിനൊക്കെ എന്റെ വീട്ടിൽ ക്യൂവാ. അപ്പൊ എന്നാ ഈ കണിക്കൊന്നയുടെ ബിസിനസ് ഉണ്ടോ? അല്ല, കൈനീട്ടം മേടിക്കാനായിട്ട് വരുന്ന അത്രയും രാശിയാ. ആണോ? ഓയ്യോ, അപ്പൊ ഇന്ന് ഞാൻ ഓടി ഒരുപാട് കാശുണ്ടാക്കി ഞാൻ. ഓൾ ദി ബെസ്റ്റ്. ഈ ചെറിയ ശരീരം വെച്ച് 7 ആക്കട ശ്വാസകോശം വലിച്ചെടുക്കലടാ. എന്നെ സംഭവം എന്നാ പറ. ചേട്ടന്റെ ആണോ പുറത്ത് കിടക്കുന്ന വണ്ടി? ആ മീനാക്ഷി എന്നാണോ പേര്? പേരൊന്നും നോക്കാൻ പറ്റില്ല. ഒരു പാണ്ടി ലോറി വന്നിടിച്ച് എല്ലാം തകർന്ന്. അയ്യോ എടാ മഹാഭാവി, നീ കൈനീട്ടമാണോ എന്നത് കൂടോത്രമാണോ നീ ഇത് വെച്ച്? എന്റെ മീനാക്ഷി എല്ലാം പോയല്ലോടി. ചേട്ടാ, വാടക വേണ്ടേ? വേണ്ട. അയ്യോ, നല്ല ബെസ്റ്റ് രാശി.